ഹായ് ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവതനെയും ചെമ്പനീർ പൂവിൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലുണ്ടെങ്കിൽ അവർ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ഒരിക്കൽ കൂടി നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അതിന് ഇന്നത്തെ വിശേഷങ്ങൾക്ക് കിടക്കാം. ആദ്യമേ കാണുന്നത് നമ്മുടെ രേവതിയും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ പൈസ എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ട്, മോളെ ഇനി ഈ പൈസ തരാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത്. കാരണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടില്ല, നിങ്ങൾക്ക് ഒരു റൂമില്ല, അവിടെ നിങ്ങൾ മാത്രം തറയിൽ കിടക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ സഹിക്കാൻ പറ്റും. ഇവിടെ എല്ലാവർക്കും നല്ല സൗകര്യം. ഇപ്പം ശരത്തായിട്ട് ദൈവമായിട്ട് ഞാനായിട്ട് എല്ലാവരും കട്ടിലേലും നല്ല ഓരോ റൂമിലൊക്കെയാണ് കഴിയുന്നത്. പക്ഷെ നിങ്ങൾ മാത്രമാണ്, നിങ്ങൾ അത്രയും വലിയ വീട്ടിൽ കഴിഞ്ഞിട്ട് പോലും നിങ്ങൾക്കൊരു റൂമില്ലാത്തൊരവസ്ഥയാണ്. ഒരിക്കലും പിന്നെ അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ വീട് പണിയാൻ വേണ്ടി അല്ലെങ്കിൽ ആ റൂം എടുക്കാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്യാഷ് ഉപയോഗിക്കണം, ക്യാഷ് സേവ് ചെയ്ത് വെക്കണം. ഇപ്പോൾ സച്ചിമോനായിട്ട് വേറെ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ മീൻസ് കൂട്ടുകെട്ടിനോ അല്ലെങ്കിൽ വെള്ളം അടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എല്ലാം നല്ല രീതിയിൽ നോക്കി നിൻ്റെ കൂടെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീയും രണ്ടുപേരും ചേർന്ന് നല്ല രീതി അത് കൈകാര്യം ചെയ്യണം. മാത്രമല്ല ഇനി ഈ ക്യാഷ് തരാൻ വേണ്ടി ഇങ്ങോട്ട് വരരുതെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, ഇല്ലമ്മ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്, അതെല്ലാം മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എൻ്റെ അമ്മേനെയും പെങ്ങളെയും അനിയനെയും എല്ലാം കാണണ്ടേ, അമ്മയെയും അനിയത്തിനും ആങ്ങളെല്ലാം കാണണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, ഈ ക്യാഷ് തന്നത്. കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം സേവ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു സീനാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സ്റ്റുഡിയോ ആണ്. നമ്മുടെ വർഷ സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ അമ്മ കയറി വരും. അമ്മ കയറി വന്നിട്ട് ഉടനെ അടുത്ത ആൾ പറയും, സാർ പറയും, പക്ഷേ ഡബിങ് നിർത്തിക്കോ, അമ്മ വന്നിട്ടുണ്ട്, നീ എന്തെങ്കിലും സംസാരിക്കാണ്ട് സംസാരിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് പറയും. പിന്നെ അമ്മ വന്ന് വർഷയോട് സംസാരിക്കുക, എന്താ വർഷ നിൻ്റെ കുഴപ്പം? അല്ല അമ്മ വർഷ ചോദിക്കുന്നത്, അമ്മ എന്താ ഇങ്ങനെ പെട്ടെന്ന് വരണമെന്നോ പെട്ടെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ വർഷ സംസാരിക്കാമെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കിടന്നു. അവിടെ ഞാനൊരു കുക്കറി മേടിക്കാൻ പോയത്. പക്ഷേ അവൻ്റെ നോട്ടവും സംസാരവും എല്ലാം ശരിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണുമായിട്ട് ഭയങ്കര ചിരിയും കളിയും വർത്താനം പറച്ചിലും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുമ്പോൾ, അപ്പോൾ അതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ, അമ്മ എന്തേ ഈ പറയുന്നത്? കാരണം ഞാൻ അവന് അത്യാവശ്യം അവിടെ ഓഫീസ് സ്റ്റാഫിനെ ഉണ്ടോ അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും കൊണ്ടായിരിക്കും പോയത്. അവർ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാനും വേണ്ടിയായിരിക്കും പോയത്. അമ്മ ആവശ്യമില്ലാത്തതിന് സംസാരിച്ച് കൂട്ടി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിന് കുത്തിരിത്തിരിപ്പ് ഉണ്ടാക്കരുതെന്നേ പറയും. അന്നേ അതങ്ങനെയല്ല. അവളുടെ സംസാരം ഒട്ടിരുമ ഇരിക്കുന്ന ആ ഒരു രീതിയൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കത് പന്തികേടായിട്ട് തോന്നുന്നു. പറഞ്ഞാൽ അമ്മയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ കാറ്റും മരവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ശരി, അല്ല മരം വരുന്നത് ഞാൻ കാറ്റ് വന്നടിക്കും എന്നാണ് അമ്മ പറയുന്നത്. എൻ്റെ ശ്രീകാന്തിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ശ്രീകാന്ത് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നിൽക്കത്തില്ല, ഇന്നുവരെ നിന്നിട്ടുമില്ല. ശ്രീകാന്തിനെക്കുറിച്ച് അല്ല മോളെ, ശ്രീകാന്ത് അങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്. പക്ഷേ ആൾ വന്ന് മറ്റേ പെണ്ണ് അത്ര ശരിയുള്ള പെണ്ണല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല, നീ സൂക്ഷിക്കണം എന്ന് പറയാം. അമ്മ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ് എൻ്റെ കുടുംബ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത വിള്ളലുകളൊന്നും ഉണ്ടാക്കരുത്. കാരണം കഴിഞ്ഞാൽ എൻ്റെ ശ്രീകാന്ത് മല പോലെയാണ്, അവനെ അങ്ങനെ ആരും കുലുക്കാൻ പറ്റത്തില്ല. എനിക്ക് നല്ല രീതിയിൽ വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ശരിയായിരിക്കും, മോള് പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷേ മോള് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്നുള്ള രീതി പറയുന്നുണ്ട്. കാരണം ഇപ്പം ഇനി സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ ഇപ്പം ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് പോസിബിൾ അല്ല. കാരണം ഈ കാലഘട്ടം എന്ന് പറയാം. ഉടനെ വർഷം ചോദിക്കുന്നുണ്ട്, അമ്മ എന്നാ പറഞ്ഞ അമ്മയുടെ കൂടെ അമ്മയുടെ അല്ല അച്ഛൻ്റെ ഫ്രണ്ട് വരാറുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഇത് ഉടനെ ഞങ്ങളുടെ പ്രായം അതുപോലെ അല്ലല്ലോ, ഞങ്ങൾ പ്രായമില്ല എത്തിയില്ലെന്ന് പറയും. ഉടനെ അമ്മേ പ്രായം എത്രയാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ കൂടുതലൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട, എനിക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യുമെന്നല്ല പറഞ്ഞത്, പക്ഷേ നിങ്ങളെ വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ കെട്ടിയവനെയും വിശ്വാസമുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത രീതി പറഞ്ഞ് പിടിപ്പിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ വർഷയുടെ അമ്മ പറയാം, നീ എന്തെങ്കിലും കാണിക്കും, നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ടോ. ഉടനെ അത്രയും ഒരു ഒരു ചെറിയൊരു വിഷം വെതറിയിട്ട് പോയതുകൊണ്ട് വർഷയുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വർഷം നിന്ന് ആലോചിക്കുക, എന്താ ഇതിൻ്റെ സത്യാവസ്ഥ, അമ്മ പറയുന്ന കാര്യമുണ്ടോ, അല്ലെങ്കിൽ അമ്മ പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ എൻ്റെ ശ്രീകാന്ത് തന്നെയാണ് നല്ലവൻ എന്നിങ്ങനെ ചിന്തിക്കുക. എന്നാലും ഒരു സംശയത്തിൻ്റെ വിത്ത് അവിടെ വിതറിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ് വർഷം വീട്ടിൽ. അതായത് പിന്നെ വർക്ക് ചെയ്യാനൊന്നും തോന്നിയില്ലെന്ന്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. നേരെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് നല്ല ഹാപ്പിയില്ല. ശോഭയിൽ കിടന്ന് പാട്ടൊക്കെ കേട്ടുകൊണ്ട് കിടക്കുക. ആഹാ കൊള്ളാലോ, ആൾ കൊള്ളാലോ, എന്താ പരിപാടി? ഒരു വർഷം ഇച്ചിരി ഗൗരവത്തിൽ ചോദിക്കുക, ഇതെന്നാ പുതിയതാണെന്ന് ചോദിക്കുക. അണ്ണാ ഇല്ല പുതിയതല്ല പഴയതാണെന്ന് പറയാം. അണ്ണാ ഞാൻ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു, പാട്ടും പഴയതാണ് പക്ഷേ പാട്ട് പഴയതാന്ന് പറഞ്ഞാൽ നീ എന്താ കളിക്കുകയാണെന്ന് ചോദിച്ചു. എന്നാ കളിക്കുന്നത് നീ
നിനക്ക് ചെറിയ ആക്ടിവിറ്റീസിലൊക്കെ നിനക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആക്ടിവിറ്റീസിലോ മാറ്റങ്ങൾ എല്ലാവർക്കും വരണ്ടേ? കാരണം ഞാൻ ഈ പാട്ട് കേട്ടത് കാറിൽ വെച്ച് കേട്ടത്. ഞങ്ങളുടെ ഓണറിൻ്റെ മോളുണ്ടായിരുന്നു, അവളുമായിട്ട് കയറി കേട്ട് പോയത്. നല്ല രീതിയിൽ നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞ പോലെ ആളുമായിട്ട് ഇന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, അതാ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആഹാ ശരിയല്ലേ നോക്കിയിട്ട്. അപ്പം നീ ഇപ്പം നിൻ്റെ ആക്ടിവിറ്റീസിലെല്ലാം വ്യത്യാസമുണ്ട്, നീ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ചോദിച്ചു. എന്ത് ശരിയല്ല? ഉടനെ എന്നാ മാറ്റങ്ങൾ ആരാ ആവശ്യപ്പെടാത്ത, മാറ്റങ്ങൾ ആരാ ആഗ്രഹിക്കാത്ത എന്നുള്ള രീതിയിൽ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. നിൻ്റെ മാറ്റങ്ങൾ നിനക്ക് നീ എന്ത് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതി പറഞ്ഞിട്ട് നീ എന്നെ കളിയാക്കുവാണോ നീ? ഉടനെ ഉടനെ ശ്രീകാന്ത് പറയും നിൻ്റെ മൂഡ് ശരിയല്ല, നിനക്ക് എന്തോ വല്ലാത്തൊരു മൂഡാണ്, നീ മാറി നിൽക്കും, ഞാനപ്പോൾ പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു ശ്രീകാന്ത് അവളുടെ നിന്ന് മാറി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം പെട്ടെന്ന് ശ്രീകാന്ത് ഹെഡ്സെറ്റൊക്കെ എടുത്ത് മാറിയിരിക്കുമ്പോഴത്തേക്ക് വർഷം ഓടി വന്നിട്ട് പറയാം അങ്ങനെ നീ പോയാൽ എങ്ങനെയാണെന്നോ ചോദിച്ചിട്ട് പെട്ടെന്ന് ആ ഹെഡ്സെറ്റെല്ലാം തട്ടിപ്പറിച്ചിട്ട് ഇങ്ങനെ അടി കൂടുക, അങ്ങോട്ടും ഇങ്ങോട്ട് അടി കൂടുക, അങ്ങോട്ട് അടി അങ്ങോട്ട് ഓടിച്ചിട്ട് അടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ രേവതിയും സച്ചിയും വരുന്നു. ഉടനെ സച്ചിയും വന്നിട്ട് രേവതി പോയി വർഷയെ കയറി പിടിക്കും. പക്ഷേ എന്തേ കാണിക്കും, നിങ്ങൾ എന്തിനാ അടി വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതല്ല ചേച്ചി ചെറിയ കാര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ സച്ചി ചോദിക്കും എന്താ എന്തിനാടാ വർഷയെ വിഷമിപ്പിക്കുന്നത്, നിങ്ങൾ എന്തിനാ അടി കൂടുന്നത് എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ വർഷം ശ്രീകാന്ത് പറയാം, അല്ല ശ്രീകാന്ത് പറയും ഒന്നും ഇല്ലാട്ടെ എനിക്കറിയത്തില്ല, ഇവൾ ആവശ്യമില്ലാത്ത ഓരോ കാരണം കൊണ്ട് വഴക്കിടുവാന്ന് പറയും. ഉടനെ എന്നാ സച്ചി ചോദിക്കും അന്നേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വർഷയെ ആവശ്യമില്ലാതെ വേദനിപ്പിക്കുന്നത്, വർഷയോട് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുത് നിന്നോട് പറഞ്ഞിട്ട്. എന്താടി മോളെ കാര്യം, എന്താ ഇവൻ എന്തെങ്കിലും പറഞ്ഞു, ഇവനെന്തെങ്കിലും കാണിച്ചോ എന്ന് പറഞ്ഞു. ഇല്ല സച്ചിയേട്ടാ ഇവൻ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പറയാം, അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഉടനെ നീ പറയണം കേട്ടോ, ഇവനോട് അടിച്ച് ശരിയാക്കിയിട്ടുള്ള കാര്യം, കാരണം ഇവൻ നിന്നെ വേദനിപ്പിച്ചെന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ ഇവനെ ഞാൻ ഇല്ലാതാക്കും എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ഉടനെ കാര്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ അവിടെ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ആ വർഷയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രീകാന്ത് നിന്നെ വെറുതെ വിടത്തില്ല. ഞാൻ കാരണം ഒരു പെങ്കൊച്ചിനെ കൊണ്ടൊന്നും നമ്മൾ ഇല്ലാതാക്കുന്നത് ശരിയല്ല എന്നുള്ള ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് സച്ചി ശ്രീകാന്തിനോട്. അത് കഴിഞ്ഞ് മര്യാദയ്ക്കിരുന്നാൽ നിങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും പോകും, സച്ചിയും രേവതിയും പോകും. ഉടനെ ഇവർ ശ്രീകാന്ത് അവളോട് പറയും നിനക്കൊരു കാര്യം അറിയാമോ, സച്ചിയേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കൊണ്ടുകഴിഞ്ഞ് ഞാൻ ഒരാഴ്ചത്തേക്ക് പൊങ്ങത്തരും, ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, നീ എന്ത് ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കുന്നത്, നീ എന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, നീയല്ലേ ഇപ്പം ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നീ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ എന്താ നിനക്കുണ്ടായെന്ന് പറയണം, ഇത് പറയുന്നുമില്ല ഒന്നുമില്ല, എന്നിട്ട് നീ കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഉടനെ വർഷ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം, പതുക്കെ ആട്ടെ, എന്താ അതിൻ്റെ പോക്ക് എവിടെ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ ചന്ദ്രവതിയിൽ കാണുന്നൊരു സീൻ കാണിക്കുന്നത്. അടുത്തായി കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ ഷോറൂമാണ്. അവിടെ സുധി നല്ല കൂർക്കമൊക്കെ വലിച്ച് നല്ല കിടന്ന് ഉറക്കമാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ശ്രുതി കയറി വരുന്നത്. ശ്രുതി ചോദിക്കുക എന്താ ഈ സുധി കാണിക്കുന്നത്, ഈ സമയത്ത് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്, കച്ചവടമില്ല ഒന്നുമില്ല, ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ വരുന്നത്, കച്ചവടം ഇല്ലാത്ത തന്നെ വിഷയം, ആൾക്കാരില്ല, ഈച്ച പോലും ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്, പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങാതെ എന്ത് ചെയ്യാനെന്ന് പറയും. ഉടനെ പൈലി പറയുക സാർ ഞാൻ ഇനി കിടന്ന് ഉറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് നീ ഉറങ്ങുമോ, ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ബോഡി ഗാർഡ് നിന്ന് എനിക്ക് സംരക്ഷണം തരാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്, ഉടനെ അല്ലാതെ നീ ഉറങ്ങാൻ വേണ്ടിയല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ സാർ ഞാൻ ഉറങ്ങത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയുക. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കസ്റ്റമറൊക്കെ വിളിച്ച് വരുത്തേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരാൾ കയറി വരാം, ഇച്ചിരി പ്രായമുള്ള ഒരാളാണ്. ആ പ്രായമുള്ള ആൾ വന്ന് കയറുമ്പോഴത്തേക്ക് ശ്രുതി പറയും ശ്രുതി തന്നെ കച്ചവടം അല്ല ഒരു കസ്റ്റമർ വരുന്നുണ്ട്, പെട്ടെന്ന് പോയി നോക്ക്, കാരണം കഴിഞ്ഞാൽ ആളെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നല്ല കച്ചവടം കിട്ടും തോന്നുന്നു, ഇച്ചിരി കാശുകാരനായിട്ടുള്ള ആളാന്ന് തോന്നുന്നു പറയും. ശരിയെന്ന് പറഞ്ഞാൽ ആൾ പറഞ്ഞു എന്താ സാർ വേണ്ടതെന്ന് ചോദിച്ച് ശ്രുതി ചെല്ലുന്നു, എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നത്. സാർ ഇത് മറ്റുള്ള ഷോപ്പിനെക്കാട്ടും കൂടുതൽ നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും, അതുപോലെ എമൗണ്ട് തീരെ കുറവുമാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഞങ്ങൾ സർവീസ് നടത്തും, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞാൽ മതി. ടി വി എത്ര, ഫ്രിഡ്ജ് എത്ര, വാഷിംഗ് മെഷീൻ എത്ര എന്നുള്ളതൊക്കെ ചോദിക്കുന്നത്, അതിൻ്റെ എമൗണ്ടൊക്കെ 1 ലക്ഷം 1.25 ലക്ഷം എന്നുള്ള രീതിയിൽ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറയാം അപ്പോൾ എനിക്കൊരു കൊട്ടേഷൻ വേണമെന്ന് പറഞ്ഞു. ആ കൊട്ടേഷൻ അപ്പോൾ ഇപ്പോൾ തരാം സാർ എന്ന് പറയുമ്പോൾ കൊട്ടേഷൻ എടുക്കാൻ വേണ്ടി അപ്പോൾ ശ്രുതിയോട് പറയും പേപ്പർ പേൻ എടുത്തോ എന്ന് പറഞ്ഞ് പേപ്പർ പേനൊക്കെ എടുത്ത് കൊട്ടേഷനൊക്കെ എഴുതി കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് സാർ നമുക്ക് അങ്ങോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കാൻ നേരത്ത് പോകുമ്പോഴത്തേക്കാണ് ശ്രുതി പറയുന്നത്
നല്ല ശ്രുതി പറയുക, സാർ ഇത് എന്നാ ഡെലിവറി നടത്തണ്ടേ, നമുക്ക് എന്നാ പേയ്മെൻറ്റ് നടത്തണ്ടേ, നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് കാര്യങ്ങൾ ചെയ്തേക്കെന്ന് പറയും. ഇപ്പോൾ 11 ലക്ഷം രൂപയാണ് സാർ. 11 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. ആ 11 ലക്ഷം സിമ്പിൾ എമൗണ്ട് അല്ലേ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് നടത്താറ്. അത്രേ ഉള്ളൂ സാർ, 11 ലക്ഷം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല സാർ, മറ്റുള്ള ഷോപ്പിനെക്കാട്ടും ഇങ്ങോട്ട് എമൗണ്ട് കുറവാണ്, എന്ത് സർവീസും വേണം നമുക്ക് നടത്തി തരാം സാർ, ഇനി ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യും, ഞങ്ങളുടെ ഇത്രയും നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് സാർ പിന്നെയും പർച്ചേസ് ചെയ്യും, എന്നാ സാർ പേയ്മെൻറ്റ് നടത്തണ്ടേ അല്ല എന്നാ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് 7-ാം തീയതി ഞാൻ പേയ്മെൻറ്റ് നടത്താം, 8-ാം തീയതിയാണ് എനിക്ക് ഡെലിവറി നടത്താമെന്ന് പറയാം. അപ്പം ചോദിക്കുന്നത് എന്താ സാർ 7-ാം തീയതി വല്ല നമുക്ക് 7-ാം തീയതി 8-ാം തീയതി നിങ്ങൾക്ക് വല്ല കയറി താമസം വല്ലതും ഉണ്ടോ, ഹൗസ് വാമിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അല്ല, എനിക്ക് 7-ാം തീയതി ലോട്ടറിയുടെ ടിക്കറ്റ് നറുക്കെടുപ്പ് എന്ന് പറയും. നറുക്കെടുപ്പോ എന്ത് ശ്രുതി പെട്ടെന്ന് കിട്ടുക, കാരണം 11 ലക്ഷം രൂപ പെട്ടെന്ന് കച്ചവടം പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നൊരവസ്ഥ. അതെ, ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്, 11 ഈ 7-ാം തീയതി അടിക്കുന്ന ജോത്സ്യം പറഞ്ഞേക്കെന്ന് പറയും. താൻ എഴുന്നേക്കൂടെ എന്ന് പറയും. താൻ എന്തേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, താൻ എഴുന്നേക്കടോ, ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം പറഞ്ഞിട്ട്, താൻ ഇത്ര ലോട്ടറി പ്രതീക്ഷിച്ചാണ് ഇവിടുന്ന്. അപ്പം ചുരുക്കം പറഞ്ഞ് 10 രൂപയുടെ 10 രൂപ ഇല്ലാതെ ഇവിടെ വന്നേക്കുന്നത്. എന്നിട്ട് തനിക്ക് ഇത് 11 ലക്ഷം രൂപ സാധനം വേണം അല്ലേ, ഇപ്പം ശരിയാക്കത്തില്ല, എഴുന്നേക്കടോ, താൻ ഒരു വട്ടം കേസാണല്ലോ താൻ. നിന്നെയൊക്കെ നീ എവിടെ നിന്നാണ് നീയൊക്കെ ഇറങ്ങി വരുന്നത്, കാരണം മനുഷ്യന് കാരണം ഇത്രയും ഒരു നല്ല രീതിയിലൊരു എക്സ്പെക്റ്റേഷൻ തന്നിട്ട് പെട്ടെന്ന് നീയൊക്കെ ഡൗൺ ആക്കി കളയുവാണ്, നീയൊക്കെ നാറിതുള്ള ഇതിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ പൈലിയോട് പറയാം, പൈലി ഇവനെ പിടിച്ച് പുറത്താക്ക്, ഇവൻ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കണ്ടേ, ഇവൻ കാരണം കൊണ്ട് എനിക്ക് എന്തൊക്കെ നഷ്ടം വരുന്നതെന്ന് പറയാം. കാരണം ഞാൻ എൻ്റെ സമയം നഷ്ടമാകുന്നു, എൻ്റെ സാമ്പത്തികം നഷ്ടമാകുന്നു, എല്ലാം നഷ്ടമാകുന്നു, ഇവനൊക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയും. ഒരെണ്ണം മറ്റേ ആ കസ്റ്റമർ പറയാം, എടോ ഞാനിതിന് മുമ്പ് വേറൊരു ഫർണിച്ചർ ഷോപ്പിൽ പോയി കൊട്ടേഷൻ എടുത്തു, അവിടെ ഇങ്ങനെ ഉള്ളിടത്തുനിന്ന് എന്നോട് ചൂടാകുമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തെ ഓണമൊന്നും ചൂടാകുന്നില്ല, നീ എന്തിനു ചൂടാകുന്നത്, കാരണം ഞാൻ തരാൻ പറ്റത്തില്ല അത്രേ ഉള്ളൂ, എനിക്ക് ലോട്ടറി അടിക്കുന്ന ഉറപ്പല്ലേ, കാരണം ജോത്സ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ രീതി പറയുമ്പോഴത്തേക്ക് അവൻ്റെ ജോത്സ്യനും അവന് മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, നിനക്ക് ഇവിടെ സാധനമില്ല, ഒരു കോപ്പില്ല, ഇറങ്ങിക്കഴിയും. ഉടനെ മറ്റും പറയാം, എടാ അങ്ങനെ ഉണ്ടെന്നുണ്ട് നിൻ്റെ ഞാൻ ലോട്ടറി അടിച്ച് നിൻ്റെ കടന്ന് സാധനം ഞാൻ മേടിക്കത്തില്ല, ഞാൻ വേറെ എവിടെ നിന്നും മേടിച്ചോളാം എന്ന് പറയും. അത് മേടിക്കണം, നീ മേടിച്ചോ എന്ന് ശ്രുതി പറയാം, നീ ഇറങ്ങണ്ട ഇവിടുന്ന്, ഇറങ്ങണമെന്ന് പറയും. പൈലിയോട് പറയാം, പൈലി ഇവന് പിടിച്ചിറക്കുന്നു. അപ്പോൾ പൈലി വന്നിട്ട് അവന് പോകാനും പറ്റത്തില്ല, കാരണം മറ്റേ കസ്റ്റമർ പോകാതെ ഇവനെ തെറി വിളിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കും. പിന്നെ പൈലി പിടിച്ച് അവനെ പൊക്കി എടുത്തോണ്ട് പോകും. ഉടനെ പറയാം, നീ മുടിഞ്ഞു പോടാ, നിൻ്റെ ഷോപ്പ് 1 മാസത്തേക്ക് അടച്ചിടൂടാ, നീ നീ കുണം വരുത്തില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഉടനെ അവനെ ഓടിക്കുക. ആരെ നമ്മുടെ കസ്റ്റമറെ പൈലി എടുത്തുകൊണ്ട് പോയിട്ട് വലിച്ചെറിയുക, അങ്ങോട്ട് പുറത്തോട്ട് വലിച്ചെറിയുക. അങ്ങനെ വലിച്ചെറിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പെങ്കൊച്ച് വന്നിട്ട് പൈലറ്റ് പറയും, എൻ്റെ ഇവിടെ ശ്രുതിക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞ് 1 ലിറ്റർ കൊടുക്കുക, അടുത്ത പണി വരുന്നുണ്ട്. അതുകൊണ്ട് നേരെ ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കുക ശ്രുതി. ഒരു 10-11 ലക്ഷം രൂപയുടെ കൊട്ടേഷനൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഒരു 2 ലക്ഷം രൂപ അല്ല ഒരു 1.5 ലക്ഷം രൂപ ലാഭം കിട്ടേണ്ട ഒരു പരിപാടിയായിരുന്നു. ആ ഒരു കച്ചവടം പോയി കിട്ടുകയാണ്. പെട്ടെന്ന് ശ്രുതി പറയും, ഓഹ് തലവേദന കേസ് ഇന്നത്തെ ദിവസം പോയി കിട്ടി എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് സാറിന് തരാൻ വേണ്ടി ഒരു ലെറ്റർ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്, അടുത്ത ലെറ്റർ വന്നിട്ടുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ലെറ്റർ കൊണ്ട് ആളെ കണ്ടെന്ന് ചോദിച്ചു. ആളെ കണ്ടു സാർ, പക്ഷേ പിടിക്കാൻ പറ്റില്ല. അല്ല കണ്ട ആളപ്പം തന്നെ പോയി. പിടിക്കാൻ വേണ്ടി തന്നെയല്ല നിന്നെ ഞാൻ ഇവിടെ ഇതുപോലെ ലെറ്റർ നേരത്തെ വന്നിട്ടുണ്ട്, ആ ലെറ്ററിൻ്റെ ഒരു പരിണതഫലമാണ് ഞാനത് ഇപ്പം നിന്നെ ഇവിടെ വെച്ചേക്കുന്നത്. എന്തിനാണ് ആ പൈലി നിന്നെയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഞാൻ ഒരു ലെറ്റർ വന്ന് അതിൻ്റെ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിന്നെ അടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പം അടുത്ത ലെറ്റർ നീ തന്നെ മേടിച്ചോണ്ടിരിക്കണം, നീയൊക്കെ പൊട്ടനാണല്ലോ, പൊട്ടനെ പോലെ അഭിനയിക്കുവാണോ എന്നുള്ള എന്തൊക്കെ ചോദിക്കണ്ട. അപ്പം എന്നിട്ട് ആ ലെറ്റർ ഉടനെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുവാണ് ശ്രുതി നിന്നിട്ട് ശ്രുതിക്ക് ഇങ്ങനെ ഉരുകുക കിടന്ന്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അയ്യോ അടുത്ത് വരുന്നൊരു നവീൻദാസിൻ്റെ പണിയായിരിക്കും, എൻ്റെ കള്ളക്കളിയെല്ലാം പൊളിയും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അവിടെ കിടന്ന്. ഉടനെ ശ്രുതി പെട്ടെന്ന് ഇത് പൊട്ടിക്കുക, കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോഴത്തേക്ക്, സർ മിസ്റ്റർ ശ്രുതി, നിങ്ങൾ അറിയാൻ വേണ്ടി പറയുവാണ്, നിങ്ങൾ ഇത്ര നാൾ അന്വേഷിക്കുന്ന ആയിട്ടുള്ള ഞാൻ, അതായത് ഈ കത്ത് തന്നുകൊണ്ടിരിക്കുന്ന ആൾ ആരാ നിങ്ങൾക്ക് അറിയണ്ടേ, ഞാനിവിടെ പെരിയൻമല അങ്ങനെ കണ്ടൊരു ദൈവക്ഷേത്രത്തിലുണ്ട്, നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് കാണാൻ പറ്റുക, കറുപ്പിൽ വെള്ള ഡിസൈൻ ഉള്ള ഒരു ടീഷർട്ട് ഇട്ടുള്ള ഞാൻ ഇരിക്കുന്നത് എന്ന് പറയും. അത് നിങ്ങളിപ്പോൾ വന്ന് ഇപ്പോൾ പിടിക്കാമെന്നുള്ളത് പറയാം. ഉടനെ ഇപ്പം കാണിച്ചു തരടാ എന്നുള്ളത് ഇത് പറഞ്ഞ് ഉടനെ ശ്രുതിയോട് പറയും നമുക്ക് പോകാമെന്ന് പറയും. ശ്രുതി പറയുക ശ്രുതി വെറുതെയാണ്, കാരണം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം ഞാൻ വെറുതെ ആരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടി എല്ലാ ഈ കളിപ്പീര് മാത്രമല്ല കളിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക, പോകണ്ട, നമുക്ക് വിട്ടേക്ക്, ആ കേസ് വിട്ടുപിടിക്കുക എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുക, ഇല്ല അവിടെ ഉണ്ട്, നമുക്ക് പോയേ പറ്റൂ, പൈലി വാടാ എന്നുള്ള രീതി പറഞ്ഞ് വണ്ടി കയറ്റി പോകുക. അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കാർ ഇറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, പൈലിക്ക് ഇറങ്ങാൻ
കയറി എങ്ങനെയോ കയറി തിരിച്ച് ലാസ്റ്റ് ഇറങ്ങാൻ പറ്റും. കാരണം അവൻ്റെ വണ്ണവും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ശരീരത്തിൻ്റെ ആയിട്ടുള്ള വലിപ്പം കാരണം ഇറങ്ങാൻ പറ്റും. ലാസ്റ്റ് ശ്രുതിയും കൂടി ചേർന്ന് പിടിച്ച് ഒരു വീതം ഇറക്കുന്നുണ്ട്, കുറേ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കി. നിന്നെ പോലെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത പറയാം സർ കഴിച്ച 20 മുട്ട ദഹിച്ചു പോയത്. അവൻ്റെ മുട്ട മര്യാദ കൊണ്ട് വന്നോ ആളെ പിടിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ക്ഷേത്രത്തിൽ കയറിപ്പോവാണ്. ക്ഷേത്രത്തിൽ കയറിപ്പോൾ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരതി നോക്കുന്നുണ്ട്. ഈ ആകെ കിട്ടിയെന്നൊരു ക്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് കറുത്ത ടീഷർട്ടിൽ വെള്ള ഡിസൈനുള്ളൊരു ആളവിടെ കാണും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്ത് ചെയ്ത് നോക്കിയാൽ കാണുന്നില്ല. അപ്പോൾ ശ്രുതി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക, അവർ പോട്ടെ എന്നുള്ള ഇത് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്വാമിജി അവിടെ നിൽക്കുമ്പോൾ ഓരോരുത്തരും വന്നിങ്ങനെ ദക്ഷിണ ഇടുന്ന അനുഗ്രഹം മേടിക്കുന്നു, ദക്ഷിണ അനുഗ്രഹം മേടിക്കുന്നു ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോകുക. ഉടനെ ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവൻ നവീൻ ദാസ് അല്ലേ, ഇവൻ എന്താ അടുത്ത വേഷം കിട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇവൻ്റെ കള്ളക്കളി ഇവൻ എന്താ പിന്നെയും തുടങ്ങുന്നുണ്ടല്ലോ, ഇവൻ ഭയങ്കര വില്ലനാണല്ലോ എന്നുള്ള ഇത് എങ്ങനെ ശ്രുതി സ്വയം പറഞ്ഞു. അപ്പം ശ്രുതി നിൽക്കുന്നിടത്തേക്ക് കറങ്ങി തിരിച്ചിട്ട് പിന്നെ വരും. ആര് വരും? നമ്മുടെ പൈലിയും ശ്രുതിയും കൂടെ ചേർന്ന്. എന്നാ ശ്രുതി ഇവിടെ നിൽക്കുന്നത്, നമുക്ക് അല്ല ശ്രുതി എന്നാ ഇവിടെ നിൽക്കുന്നത്, നമുക്കൊന്ന് അന്വേഷിക്കേണ്ട എന്ന് നോക്കുമ്പോഴത്തേക്ക് അതാണ്ട് ഒരു സ്വാമി കാണുന്നത്. അപ്പോൾ സ്വാമി ശ്രുതി കണ്ടു. ശ്രുതി അന്ന് നമുക്ക് ആ സ്വാമി എടുത്ത് ഒന്ന് പോകാം, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാലോ. വേണ്ട, അതൊക്കെ ചുമ്മാ വെറുതെ നമ്മൾ വന്ന കാര്യം നമ്മൾ നോക്കാം. കാര്യം വന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ അവനെ കണ്ടുപിടിക്കാൻ തുടങ്ങും, നമുക്ക് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഇത് ഇരിക്കുന്നത് ആൾ നവീൻ ദാസ്, അവൻ തന്നെയാണ് ഇവരെ വരുത്തിയെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞുകൊണ്ട് എങ്ങനെയും ക്യാഷ് മേടിക്കണം, ഇവളെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി. 5 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്, 5 ലക്ഷം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. അതായത് തരുന്നില്ല എന്നുള്ള ഇത് കാണുമ്പോഴത്തേക്ക് അതൊന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ കൂടിക്കാഴ്ച അവൻ ഒരുക്കുന്നത്. അപ്പം പെട്ടെന്ന് അത് ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം പിന്നെ ശ്രുതി അടിച്ചെന്നിട്ട് സ്വാമി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അനുഗ്രഹിക്കാം മോൻ നീ നന്നായി വരും, നിനക്ക് നല്ല ഭാവി ഉണ്ടാകത്തുള്ളൂ എന്നുള്ള ഇത് ശ്രുതിയോട് നവീൻ ദാസ് അതായത് സ്വാമിജിയായിട്ടിന്ന് പറയുക. അപ്പോൾ ആയിക്കോട്ടെ, അപ്പം നീ അന്നദാനത്തിന് വേണ്ടി ഈ ക്ഷേത്രത്തിലെ അന്നദാനത്തിന് വേണ്ടി ഭക്ത നീ എന്തെങ്കിലും ഒന്ന് ഇട്ട് തരാമോ, എന്തെങ്കിലും അന്നദാനം ചെയ്യൂ എന്നുള്ള രീതി പറയുക. അപ്പം കുറച്ച് എമൗണ്ട് എടുത്ത് പേഴ്സിൽ നിന്ന് ക്യാഷ് എടുത്ത് അങ്ങോട്ടിട്ട് അതായത് ആ കുടുക്കയ്ക്കകത്ത് ഇടാൻ പോകുമ്പോഴത്തേക്ക് കുനിയുമ്പോഴത്തേക്ക് സ്വാമിയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാം. സ്വാമി എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് സ്വാമി എന്ന് പറയാം. ഇല്ല, ഞാനിവിടെ ആദ്യമായിട്ട് ഞാൻ ഹിമാലയ സാനുക്കളിൽ നിന്ന് ഇറങ്ങി വന്നതാണ് എന്ന് പറയാം. ഓ സാർ സാറെന്നല്ല സ്വാമി ഹിമാലയൻ സ്വാമികളാണോ? ഓ അതായിരിക്കും കാണാത്തത്. അതെ അതെ അതെ. അപ്പം ശരി, അതുകൊണ്ടാണ് കാണാത്തതെന്ന് പറയാം. അപ്പം ഇതാരാന്ന് ചോദിക്കും. അപ്പം ഇത് എൻ്റെ വൈഫാണെന്ന് പറയാം. ഓ ശരി, വൈഫല്ലേ, കല്യാണി 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 എന്നുള്ളൊരു മന്ത്രം ജപിക്കുന്ന പോലെയാണ്, പേര് വിളിക്കുന്ന പോലെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതിയും സ്റ്റക്കാവുക. അപ്പോൾ 2 പോർഷനായിട്ട് രണ്ടുപേരെ ഒരു സ്ലോ മോഷനിൽ കാണിക്കുവാണ്, 2 സീനായിട്ട് കാണിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണി കല്യാണി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇത് പേരാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ വേറെ നാമം ജപിക്കുവാണെന്ന് അറിയത്തില്ല. പക്ഷേ ശ്രുതിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. അതുപോലെ ശ്രുതിയാണെങ്കിൽ ഒരു വട്ട് പിടിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. ആയതിനാൽ വ്യൂവേഴ്സ് നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഓരോ ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ദിവസങ്ങളുണ്ട്. അപ്പം കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് നിർബന്ധത്തിൽ ലൈക്ക് അടിച്ച് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവരോടുള്ള റിക്വസ്റ്റാണ്. അതിനാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും ഇന്നത്തെ ഈ വിശേഷങ്ങളിൽ നിന്ന് ഞാൻ ഇവിടെ പറയുന്നു. ടാറ്റ ബൈ ബൈ, സൈനിങ് ഓഫ്.